നമസ്കാരം. നൈന ക്രിയേഷൻസിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. ഇത് ചപ്പാത്തി, പൂരി, പുട്ട് എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ്. കടലപ്പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 200 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം ഉണ്ടാവും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് 2 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് 4 വിസിൽ വരുന്ന വരെ വേവിച്ചതാണ്. ഇപ്പോൾ കടലപ്പരിപ്പ് കുതിർത്തിയതിന് ശേഷമാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ 2 വിസിൽ മതിയാവും വെന്ത് കിട്ടാൻ. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പമാണ് ഈ വെളുത്തുള്ളിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി ചേർത്താൽ മതിയാവും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതൊക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂപ്പിക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കണതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് കിട്ടുന്ന ഒരു പാക്കറ്റിൽ കുറച്ച് മല്ലിയും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ഗരം മസാല പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ കടലപ്പരിപ്പ് വേവിച്ചപ്പോൾ ബാക്കി വന്നിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി ഈ മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ഇത് നന്നായി തിളയ്ക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പരിപ്പ് ചേർക്കും. ഇപ്പോൾ ആ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഈ കടലപ്പരിപ്പും മസാലയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് ഒരു 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എല്ലാം കൂടി യോജിച്ച് കിട്ടട്ടെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.